ഞാൻ വന്നതറിഞ്ഞിട്ട് എന്റെ 2 വാലുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവറ്റകളെ കൂട്ടിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടാ നേരെ പോയിട്ടുണ്ടായിരുന്നത് വൈമാളിക്കായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഡ്രസ്സ് നോക്കിയേ. എനിക്കിപ്പോ പണ്ടത്തെ പോലെ സ്റ്റുഡിയോയിൽ വലിയ ഇഷ്ടമില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പോ പണ്ടത്തെ പോലെ കളക്ഷൻ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. എത്ര തപ്പി പറഞ്ഞിട്ടും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ. എനിക്ക് വൈമാളി പോയി കഴിഞ്ഞാല് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് താഴോട്ട് നോക്കണം, അത് നിർബന്ധാട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്ന വഴിയിലൊക്കെ തൃപ്രയാർ ഏകാദശിയായ കാരണം കടകളും കരിമ്പും തന്നെയായിരുന്നേ. തൃപ്രയാർ അമ്പലത്തിന്റെ ഫ്രണ്ടില് പുഴയുടെ അപ്പുറത്തെ ഭാഗത്തുണ്ടല്ലോ, അവിടെ ഒരു സരയൂ തീരെന്ന് പറഞ്ഞൊരു കുഞ്ഞു പാർക്ക് ഉണ്ട്. ഞങ്ങൾ അവിടേക്ക് പോയിട്ടാ കുറച്ചേരം ഇരിക്കാനായിട്ട്. എന്ത് കണ്ടാലും പിന്നെ അതും വലിഞ്ഞു കയറിക്കൊള്ളട്ടാ ചക്കി. ഇവിടെ കറങ്ങണതും തിരിയണതായിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിലും കയറി മെഴുകിയിട്ടുണ്ട് 2 എണ്ണം. ഉപ്പിലിട്ട സാധനങ്ങൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിപ്പുളിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ നെല്ലിപ്പുളിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. മുളകൊക്കെ തേച്ചിട്ടാണ് തന്നത്. നാളെ വയറിളകാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവിടുന്ന് പിന്നെ തൃപ്രയാറുള്ള ഒരു കഫേയിലേക്ക് പോയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് മെനു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കിയെങ്കിലും ഷവർമയും ഓറഞ്ച് ലൈമും ആട്ടാ കഴിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരാളെ കാലിക്കെട്ടായിട്ട് എന്നെ കാണാൻ വന്നേക്കുവാണ് ശാൽവി. ആര് വന്നാലും പോയാലും എനിക്ക് പാല് മുഖ്യം ബിഗിലെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ നിന്ന് പാല് കുടിക്കുകയാണ്. പിന്നെ വൈകുന്നേരം അവളെ കൂടെ നടക്കാൻ പോയിട്ട് ഞങ്ങൾ അപ്പത്തുള്ള ഗൈസ് ബൈ.